എന്തൊക്കെയായാലും നിനക്ക് ഇത്തിരി ക്ഷമിക്കായിരുന്നു. അത്രയൊക്കെ ക്ഷമ എനിക്കുള്ളെന്ന് വെച്ചോളൂ. ശാപം കിട്ടിയ ജന്മവും ഈ വേണുവിന്റെ. ജനിച്ചപ്പോ തന്നെ അമ്മ പോയി. സ്നേഹിച്ച പെണ്ണ്. വേണ്ട, എന്തിനാ അതൊക്കെ ഇപ്പൊ ഇവിടെ പറയണേ? ഇപ്പൊ നോക്കി വളർത്തി അച്ഛനെ ഒറ്റയ്ക്കാക്കിട്ട് പോന്നിരിക്കുന്നു. ഇനി അങ്ങേരെ വല്ല വൃദ്ധസദനത്തിലും കൊണ്ടാക്കാൻ പറയോ നിങ്ങളുടെ നന്ദേട്ടൻ? അതിന് യോഗം ഉണ്ടാവും ഈ വേണുവിന്. വിധിയുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം നമ്മള്. വിനയം കൊണ്ട് ഒരു അബദ്ധം ഉണ്ടാവില്ല. ഭാര്യ വീട്ടിൽ താമസിക്കുന്നത് അത്ര അപമാനൊന്നും അല്ല വേണു എന്ന് ഗൗരിയടുത്തേക്ക് തോന്നുന്നു. ഇപ്പൊ തോന്നുന്നു. എല്ലാവർക്കും തന്നെ തോന്നുമായിരിക്കും സ്വന്തം കാര്യം വരുമ്പോ. വേണു, എന്താ നീ പറഞ്ഞത്? സ്വന്തം കാര്യമെന്നോ? ആരുടെ സ്വന്തം കാര്യം? എന്റെയോ? നോക്ക്, എല്ലാം വേണ്ടെന്ന് വെക്കാൻ ഒരുങ്ങിയവളാ ഞാൻ നിനക്ക് വേണ്ടി. വേണോട്ടാ, അത് ശരി, ഇവിടെ നിൽക്കണോ? ഗന്ധർവൻകാവില് വിളക്ക് വെക്കാറായി. ഇന്ന് പൂജയുള്ള ദിവസല്ലേ? ഞാൻ വരുന്നെന്ന് കേട്ടിട്ട് നേരത്തെ എന്നെ എല്ലാം ഏർപ്പാട് ചെയ്തിരിക്കുന്നു നന്ദൻ. വരൂ വേണോട്ടാ, വരാൻ. തുടങ്ങാറായില്ലേ പരമ? നന്ദൻ പറഞ്ഞല്ലോ തുടങ്ങാറായിന്ന്. വെളിച്ചപ്പാടും കുറുപ്പും വരണം. കൊട്ടാൻ പരമൻ റെഡിയാ. വേണോട്ടാ, ഇതാണ് വെള്ളച്ചി തലണ പരമൻ. ഈ പരമന് ചാരായി മാറ്റി കൊടുക്കുന്ന ഗന്ധർവന്മാരാ. ഈ കമ്മൂട്ടി വെറുതെ പറഞ്ഞതാ. ഞാനൊന്ന് മുങ്ങി കുടിച്ചിട്ട് വരാം. ഞാൻ പറയണല്ല, വെള്ളച്ചി പറയണ. ആ, എന്താടാ ഉണ്ട ക്ലാസ് കുനിഞ്ഞിരിക്കുന്നേ? പെണക്കോ? ഇല്ല. വേണോട്ടാ, ഇതാണ് എന്റെ സാമ്രാജ്യം. ഇനി വേണോട്ടിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞാനാ. ഡ്രസ് അലക്ക, ചായ ഉണ്ടാക്കി തരിക, ഷൂ പോളിഷ് ചെയ്യാ, ഒക്കെ. അത് നടന്നതന്നെ. ചായ ഉണ്ടാക്കാൻ കൂടി അമ്മൂച്ചിക്ക് അറിയില്ല. പൊടി, ഞാനതൊക്കെ അവിടുന്ന് പഠിച്ചു. അമ്മൂച്ചി, വെള്ളം തിളപ്പിച്ചിട്ടാണോ ചായപ്പൊടി ഇടുക, അതോ ചായപ്പൊടി ഇട്ടിട്ടാണോ വെള്ളം തിളപ്പിക്കുക? പൊടി ഇവിടുന്ന്. ആഹാ, വേണോട്ട് കളിയാക്കിച്ചിരിക്കുക. എന്നാ നാളെ മുതൽ കണ്ടോ? ഓ, കാണാം.